മഴയുള്ളൊരു ദിവസം ഡെലിവറി ജോലിക്ക് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു ദിവസം ജോലി ചെയ്തപ്പോൾ എത്ര രൂപയാണ് എനിക്ക് കിട്ടിയെന്ന് വീഡിയോയുടെ അവസാനം കാണിച്ചത്. എന്റെ കയ്യിൽ റെയിൻകോട്ട് ഉണ്ടെങ്കിലും ചെറിയൊരു മഴ പെയ്താൽ തന്നെ എവിടെയെങ്കിലും കയറി നിൽക്കണം. അതിന്റെ കാരണം 100 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങളാണ് ബാഗിലുള്ളത്. ഇത്രയും സാധനങ്ങൾ സുരക്ഷിതമായി ഓർഡർ ചെയ്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ മഴയത്തുള്ള ഏക വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഓരോ ഡെലിവറി കഴിയുമ്പോഴും അരമണിക്കൂറോളമായിരുന്നു ഇതേപോലെ ഓരോ വീടുകളിലും കയറി നിന്നപ്പോൾ പാഴിപ്പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. രാവിലെ മുതൽ പെയ്തു തുടങ്ങിയ ഈ മഴ വൈകുന്നേരമായാലും പെയ്തു തീരില്ലെന്ന്. അങ്ങനെ അത്രത്തോളം റിസ്ക് എടുത്ത് മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഡെലിവറി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കയറി നിൽക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതിരുന്നിടത്ത് നനയാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഞാൻ വിളിച്ചവരെല്ലാം ഫോൺ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ദിവസത്തെക്കാളും ഏറ്റവും വേഗതയിൽ ഇന്നത്തെ ദിവസം ഈ മഴയത്ത് ഡെലിവറി നടന്നു. ഈ ഒരു ജോലിയിൽ 1 രൂപയ്ക്ക് വരെ കണക്ക് പറയുന്നവരുണ്ട്, 50 രൂപ വരെ ടിപ്പ് തരുന്നവരുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 70 രൂപയാണ് ടിപ്പായി കിട്ടിയത്. അങ്ങനെ ടിപ്പായി കിട്ടുന്ന പണമെല്ലാം മാറ്റിവെച്ചാൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും പെട്രോൾ അടിക്കാനുള്ള പണം നമുക്ക് മാറ്റാൻ കഴിയും. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ വൈകുന്നേരം 4 മണിയായിട്ടും ഈ മഴ തോരുന്നതേ ഇല്ല. പക്ഷെ ഞാനെത്ര മഴ നനഞ്ഞാലും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം സേഫ് ആക്കി തന്നെയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു 15 പ്രാവശ്യമെങ്കിലും ഓരോ വീടുകളിലും കയറി നിന്നിട്ടുണ്ടാവും. അങ്ങനെ 6 മണിയായപ്പോൾ തന്നെ വീണ്ടും അടുത്ത മഴ തുടങ്ങി. ഈ ഒരു സമയത്ത് എനിക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ വെറും 4 എണ്ണം മാത്രമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കൊണ്ടുവന്നത് 120 സാധനങ്ങളായിരുന്നു. അതിൽ ഞാൻ ഡെലിവറി ചെയ്തത് 112 സാധനങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് കിട്ടിയത് 1900 രൂപയാണ്. ടിപ്പായി കിട്ടിയ ബാക്കി പണമെല്ലാം കൂട്ടി വെച്ചാൽ ഏകദേശം 2000 രൂപയോളമാണ് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.